ഒരുമാതിരി പണി എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്ത് ആ പണി എൻ്റെ അടുത്ത് കാണിക്കരുത്. എന്തോ കാണിച്ചു? 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ ഇന്ന് പശുവിനെ മേടിച്ചിട്ട് പോയിട്ട് അതിന് പൈസ മുങ്ങി നടക്കാണ്. പശുവിനെ മേടിച്ചിട്ട് പോയത് എന്നിട്ട് മുങ്ങി നടക്കാണ്. ഉല്ലാസേട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് പശുവിനെ കണ്ടിട്ടില്ല അറിയത്തില്ല? ആ ഈ പുള്ളി പശുവിനെ മേടിച്ചോ? ആ എൻ്റെ ഇത് മേടിച്ചത് 2 ആഴ്ചക്ക് മുമ്പ്. ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ? ഫ്ലാറ്റില്ല, ഫ്ലാറ്റ് നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടില് 2 എരുത്തിര്, അതായത് 2 തൊഴുത്ത് ഫ്ലാറ്റിന്റെ ഫ്രണ്ടില്, അതിനോട് ചേർന്നൊരു കിണർ, പിന്നെ പകുതി ഓല പകുതി ഓടും. ഇതാണ് ഫ്ലാറ്റ്. നാളെ 2 ആഴ്ച കൊണ്ട് ഞാൻ പുറകെ നടക്കാണ്. നാളെ വൈകിട്ട് എൻ്റെ പൈസ കിട്ടിയിരിക്കും. കറക്റ്റാണ്. നാളെ വൈകുന്നേരം എന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ പൈസ തന്നിരിക്കണം. വൈകുന്നേരം എനിക്ക് പൈസ തരാൻ പറ്റില്ല. അതെന്താണ്? വൈകുന്നേരങ്ങൾ ഞാൻ പുഴയോരങ്ങളുടെ സൈഡിൽ പോയിരുന്നിട്ട് നയനസുഖമായ കാഴ്ചകൾ കാണാനാണ് ആഗ്രഹം. കുളിസീൻ കാണുന്നതിന് സാഹചര്യം. ഇതാണ് ഇയാളുടെ പരിപാടി. ഇതൊക്കെ മോശമാണ്. ഇയാൾ എന്ത് ചെയ്താലും എനിക്ക് നാളെ വൈകിട്ട് പൈസ കിട്ടിയേ പറ്റൂ. എനിക്ക് പശുവിനോട് താല്പര്യം. എന്തോ? എനിക്ക് പശുവിനോട് താല്പര്യമുണ്ടേ. വരും, കാണും. മിക്ക കാളകൾക്കും പശുവിനോട് താല്പര്യം വരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഞാൻ പശുവിനെ വളർത്തിയാൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവും? ഉണ്ടാവും. നിങ്ങൾ വളർത്തിയാൽ നല്ല ലാഭമായിരിക്കും. കാരണം പിണ്ണാക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട, തലയ്ക്കകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ എന്തൊരു മനുഷ്യനാണ് ഈ ഇയാൾ അതൊന്നും പറയണ. എനിക്ക് പൈസ തരണം, പശുവിന്റെ മേടിച്ചിട്ട് പൈസ തരണം. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും പശുവിനെ വളർത്തുന്നത് ലാഭം തന്നെയാ. പശു നമുക്ക് പാല് തരും, ചാണകം തരും, എന്തൊക്കെ ഗുണങ്ങളാണല്ലേ? പാല് തരും, ചാണകം തരും, അങ്ങനൊന്നും പറയണ്ട. ചാണകം തരും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. എന്ന് വെച്ചാൽ ചാണകം ഇങ്ങനെ വരുവാ. പക്ഷെ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമല്ലേ, അത് തരുവാണ്. പിഴിഞ്ഞ് ഇടിച്ച് പിന്നെ ഈറ്റി ചുരുത്തി അടി ഇടുന്നത്. അതെങ്ങനെയാണ് തരുന്നത്? പിന്നെ മനസ്സറിഞ്ഞ് പശു തരും. നല്ല തൊഴി, അത്രയേ ഉള്ളൂ. അല്ല ഇങ്ങനെ തരും എന്ന് പറയരുത് എല്ലാം കൂടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഉല്ലാസേട്ടൻ ഇപ്പൊ എന്താണ് ഈ പശുവിനെ മേടിച്ചത്? അതറിയത്തില്ലേ? അത് അങ്ങനെ ചോദിക്കേ. പൂയത്തിൽ പൈ വന്നാൽ കയ്യിൽ കായ്. നല്ല രസമുണ്ട് കേൾക്കാനല്ലേ? എങ്ങനെയുണ്ട്? പട്ടി കയറി കൊണ്ട പോലെ സാഹചര്യം പറയാണ്. പശുവിനെ മേടിച്ചാൽ വല്ല ലാഭമുണ്ട്? പശുവിനെ അവന് ലാഭമുണ്ട്. എനിക്ക് ലാഭം. പാലിനകത്ത് വെള്ളം ചേർത്തല്ലേ വിൽക്കുന്നത്, അപ്പൊ ലാഭം കിട്ടില്ലേ? കൊള്ള ലാഭം പറയരുത് കേട്ടോ. അതെന്താ? ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. പിന്നെ നാട്ടുകാർക്ക് കൊടുക്കാൻ നേരത്ത് വെള്ളത്തിനകത്ത് ഒരു ശകലം പാല്, അല്ലാതെ ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. സത്യം, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഞാൻ മനസ്സിലാക്കണം. താൻ എന്നെ പശുവിനെ തന്ന് പറ്റിക്കുകയല്ലായിരുന്നു. എന്താ പറ്റിച്ച്? എടോ താൻ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ? പൂവാലി പശുവിനെ തരാമെന്നാണ് പറഞ്ഞത്. പൂവാലി പശുവിനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിന്റെ പാലിൽ എവിടെ ആയിരുന്നോ പൂവിരുന്നത്? പൂവാലി പശു തരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിന് ബോധമായിട്ട് സംസാരിക്കുന്നത്? എന്താ എങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ പൂവാലി പൈസ തരാതിരിക്കാൻ വേണ്ടി ഞാൻ ആവശ്യമില്ല ഡയലോഗ് ഒന്നും വിടണ്ട. മനസ്സിലായല്ലോ? നിനക്ക് പൈസ അത് പറഞ്ഞാൽ മതി. പൂവാലി പശുവിന്റെ വാലിൽ എവിടെ ആയിരുന്നു പൂവിരുന്നത്? പൂവാലി പശുവിന് പാലി പൂന്ന് ഈ കിടക്കുന്ന ജേഴ്സി പശുവിനെ ചോദിക്കണം. ഞാൻ ജേഴ്സി പശുവിനെ ജേഴ്സി ഇട്ട പശുവിനെ കൊണ്ടു കൊടുക്കാൻ ഇവനോട് പറഞ്ഞായിരുന്നല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാതിൽ കമ്മലിട്ട് നല്ല മണിമാല ഇട്ടൊരു പശുവാണ് ഞാൻ കൊടുത്തത്. കല്യാണം കഴിപ്പിച്ച ശ്രീധരൻ തന്നു വിട്ട പോലാണ് ഇയാൾ പറയുന്നത്. ഇയാൾ അങ്ങനെ പറയണം. എനിക്ക് പൈസ തന്നെ വരത്തുള്ളൂ. എന്ത് പൈസ? എനിക്ക് പശുവിന്റെ പൈസ തരണം. ഇയാളൊരു കാര്യം അറിയാമോ? എന്താണ്? ഞാൻ പശുവിനെ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ പശുവിനെ വാങ്ങിച്ചെന്തിനാ? എനിക്ക് കണി കാണുന്നതിന് വേണ്ടിയാണ്. രാവിലെ പശുവിനെ കണ്ടോണ്ടിറങ്ങി ഭയങ്കര പൈസ ഞാൻ തരത്തില്ല. എന്താ തരാത്തെന്നോ? ആ പശു ഇന്നലെ രാവിലെ ചത്തു. അതെങ്ങനെ ഞാനെങ്ങനെ അറിയുന്നത്? തനിക്ക് സുഖമില്ലാത്ത പശുവിനെ എനിക്ക് തന്നത്. എങ്ങനെ ഏത് സമയത്താണ് മരിച്ചതെന്ന് പറയാം. ഞാൻ കണി കണ്ടങ്ങോട്ട് ഇറങ്ങി, അപ്പോഴത്തന്നെ ആ പശു ചത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇദ്ദേഹം കണി കണ്ടിട്ട് പോയ ഉടനെ അത് ചത്തു. അപ്പൊ ആ പശുവിന്റെ കാര്യം ഒന്ന് ആലോചിക്കും. ഇവനെ കണി കണ്ടതേ ഉള്ളൂ, ആ നിന്ന നിലയിൽ പശു ചത്തു വീണു. അപ്പൊ എന്ത് ഇരണമായിരിക്കും ഇവന്? അതൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പൊന്നണിയാ, എനിക്ക് ആ പൈസ വേണ്ട. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചാൽ ഞാൻ നിന്ന് കത്തും. അത്ര കയറണമാണ് നിനക്ക്. എനിക്ക് പൈസ വേണ്ട, നീ എടുത്തു. അല്ല വേണ്ട, എന്റെ കുടുംബത്തിൽ ആ പൈസ എന്റെ കുടുംബം നിന്ന് കത്തും. അത്ര കയറണമാണ് അവന്. ഇവനെ എന്താണ് പശു ചത്തോണ്ട് പകുതി പൈസ വേണേ? എനിക്ക് പകുതിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. നീ എടുത്തോളാൻ പറഞ്ഞില്ലേ? എന്റെ വീടിന്റെ പരിസരത്തൂടെ പോലും നീ അനിയാൻ നടക്കല്ലേ. എല്ലാം ഇത്രയും പിന്നെ മണ്ണ് വാരി മൂടിയിട്ടിട്ട്